ഹായ്, എൻ്റെ പേര് ഐശ്വര്യ. പ്ലസ് ടു ഡിഗ്രി ഒക്കെ കഴിഞ്ഞവർക്കും അല്ലെങ്കിൽ ഒരു ജോബ് ഓറിയൻറ്റഡ് കോഴ്സ് തിരഞ്ഞെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ഉള്ളൊരു വലിയ കൺഫ്യൂഷനാണ് ഇനി എന്ത് കോഴ്സ് ചൂസ് ചെയ്യണമെന്നുള്ളത്. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് റിയാമിസ് ലീഷർ അക്കാഡമിയിലെ ലോജിക് ഫാക്കൽറ്റിയാണ്. ഒരു ജോബ് ഓറിയൻറ്റഡ് കോഴ്സ് ചൂസ് ചെയ്യുവാൻ പോകുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടും. അപ്പോൾ ലോജിക്സ് മേഖലയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് റിയാമിസിനോട് ചോദിച്ചറിയാം. Hi Aishwarya. First of all, I am really grateful for this opportunity. അപ്പോൾ ഐശ്വര്യ പറഞ്ഞതുപോലെ തന്നെ എല്ലാ കുട്ടികൾക്കുമുള്ള ഒരു ഡൗട്ട് അല്ലെങ്കിൽ എന്താണ് ലോജിസ്റ്റിക്സ് എന്നൊരു ചോദ്യമാണ് ആദ്യം ലോജിസ്റ്റിക്സ് എന്നൊരു ടേം കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും തോന്നുന്നത്. സോ സെയിം ആസ് നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ എല്ലാവർക്കും നമ്മുടെ ലോജിസ്റ്റിക്സ് എന്നുള്ളതിനെക്കുറിച്ച് അറിയാത്ത ബാക്കി എല്ലാവരും കേൾക്കുമ്പോൾ ഒരു ഡൗട്ടാണ് ഈ ലോജിസ്റ്റിക്സ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്, അല്ലെങ്കിൽ ആ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റികൾ എന്താണ് എന്നുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് ലോജിസ്റ്റിക്സ് എന്നുള്ളത് നോക്കാം. ലോജിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു പോയിൻ്റ് ഓഫ് ഒറിജിൻ ടു പോയിൻ്റ് ഓഫ് ഡെസ്റ്റിനേഷനിലോട്ട് നമ്മുടെ ഒരു പ്രൊഡക്റ്റ് ആണെങ്കിലും അതിൻ്റെ ഒരു കസ്റ്റമർ സർവീസസ് ആണെങ്കിലും അതിൻ്റെ നമ്മുടെ ഫസ്റ്റ് പാർട്ടി ടു അല്ലെങ്കിൽ പോയിൻ്റ് ഓഫ് എ ടു പോയിൻ്റ് ഓഫ് ബിയിലോട്ട് അതിനെ ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്ത് നമ്മുടെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ട് അവരുടെ കയ്യിൽ ആ സാധനം എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഒരു ലോജിസ്റ്റിക്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ആണ് നമുക്ക് വൈ ലോജിസ്റ്റിക്സ്. അതായത് നമ്മൾ ഇപ്പോൾ പറഞ്ഞത് എൻറ്റയർ ഒരു സപ്ലൈ ചെയിൻ മേഖലയാണ്. ഈ ഒരു സപ്ലൈ ചെയിൻ മേഖലയിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പോയിൻ്റ് ഓഫ് ഒറിജിൻ ടു പോയിൻ്റ് ഓഫ് ഡെസ്റ്റിനേഷനിലോട്ട് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനോട് കൂടി സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാനാണ് നമുക്ക് ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞു. അതിൽ തന്നെ നമുക്ക് എത്രത്തോളം എഫിഷ്യൻ്റായിട്ടും എത്രത്തോളം കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനോട് കൂടി ഈ സാധനങ്ങൾ കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലോജിസ്റ്റിക്സ് യൂസ് ചെയ്യുന്നത്. കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ അറിയേണ്ടത് ലോജിസ്റ്റിക്സിനെ കുറിച്ചുള്ള ഫ്യൂച്ചറും അതിൻ്റെ സ്കോപ്പുകളെ കുറിച്ചാണ്. സോ മാമിന് എന്താ അതിനെക്കുറിച്ച് പറയാനുള്ളത്? ഓക്കെ, അപ്പോൾ ഐശ്വര്യ പറഞ്ഞത് കറക്റ്റാണ്. ബിക്കോസ് നമുക്കിപ്പോൾ ക്ലാസ്സിലാണെങ്കിലും ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞൊരു കുട്ടി നമ്മുടെ മുന്നിൽ വരുമ്പോൾ ആദ്യം നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഒന്ന് ഇത് തന്നെയാണ്, ഇതിൻ്റെ ഫ്യൂച്ചർ എന്താണ് മാം, ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭാവിയിൽ എന്തെങ്കിലും ഉപകാരപ്പെടുമോ, അല്ലെങ്കിൽ ഇതിലുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്താണ്, ഇതിൻ്റെ സ്കോപ്പ് എന്താണ്, ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ചോദ്യങ്ങളും. സോ നമ്മളത് പറയാൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന് ഒരു മെയിൻ എക്സാമ്പിളായിട്ട് നമുക്ക് കുട്ടികളോട് പറയാൻ പറ്റുന്നതാണ് നമ്മുടെ ഇപ്പം നമ്മൾ അനുഭവിച്ച് കടന്നു വന്ന ഒരു കോവിഡ് പാൻഡമിക് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അറിയാൻ പറ്റുമല്ലോ ഐശ്വര്യക്ക് തന്നെ അറിയാൻ പറ്റും, നമ്മളൊക്കെ എല്ലാവരും വീടുകളിൽ സ്റ്റക്കായി. ബട്ട് ആ ടൈമിൽ നമുക്ക് ഡെലിവറി, അതായത് ഫുഡ് ഡെലിവറി ആയാലും അല്ലെ ആ ഒരു സമയത്ത് ആവശ്യമുള്ള മെഡിസിൻസ് ആണെങ്കിലും ഫുഡ് ഐറ്റംസ് ആണെങ്കിലും നമുക്ക് പ്രോപ്പർ കറക്റ്റ് ടൈമിൽ നമ്മുടെ കയ്യിൽ എത്തിച്ച് കൊടുക്കുക എന്നുള്ളൊരു പ്രോസസ്സ് നടന്നിട്ടുണ്ടായിരുന്നു. അതൊരിക്കലും സ്റ്റക്കായിട്ടില്ല. സോ അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻസ്, നമുക്ക് ആവശ്യമുള്ള വാക്സിൻസ്, ഐശ്വര്യൊക്കെ വാക്സിൻ എടുത്തിട്ടുണ്ടാവും, ആ വാക്സിനൊക്കെ നമുക്ക് വന്നതും അല്ലേ നമുക്ക് നമ്മുടെ കൺട്രി ബോർഡർ ക്രോസ് ചെയ്ത് വന്ന മെഡിസിൻസ് ആണ്, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള മെഡിസിൻസ് ആണ്. അത് വന്നതുകൊണ്ടാണ് നമുക്ക് ബൂസ്റ്റപ്പ് ചെയ്ത് നിൽക്കാൻ പറ്റിയത്, അല്ലെങ്കിൽ നമുക്കത് പറ്റില്ലായിരുന്നു. സോ അതെന്തുകൊണ്ടാണ്? ഈ ഒരു ലോജിസ്റ്റിക്സ് നമ്മൾ ആ ഒരു സമയത്തും പ്രോപ്പറായിട്ട് പ്രവർത്തിച്ച് വന്നതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ എന്ന് ഇനി പറയുകയാണെങ്കിൽ, ഇനി ഇതുപോലെ എന്ത് സിറ്റുവേഷൻസ് വന്നാലും ഈ ഒരു ലോജിസ്റ്റിക്സ് എന്നുള്ളത് സ്റ്റോപ്പ് ആവാതെ പ്രോപ്പർ വേയിൽ പ്രവർത്തിച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് അത്രയ്ക്കും ബെനിഫിറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ആൻഡ് ഓൾസോ അതുപോലെ തന്നെ നമുക്ക് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ ട്രേഡ് അത് വർദ്ധിക്കുന്നത് നമുക്ക് അറിയാൻ പറ്റും ഈ എക്സ്പോർട്ടിങ്ങിലൂടെയാണ്. ഒരു രാജ്യത്തിൻ്റെ സാധനങ്ങൾ കയറ്റി അയക്കുന്നതും കയറ്റുമതിയിലൂടെയാണ് നമ്മുടെ രാജ്യം ഡെവലപ്ഡ് ആവുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ മോഡ് എയർ ആണെങ്കിലും സീ ത്രൂ ആണെങ്കിലും നമ്മൾ ഇൻ്റർനാഷണലി എക്സ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ പുതിയ പുതിയ ഇന്നോവേറ്റീവായിട്ടും അല്ലെങ്കിൽ AI ടെക്നിക്സ് യൂസ് ചെയ്തിട്ടാണെങ്കിലും ഇപ്പോൾ പുതിയ ഓരോ നമുക്ക് ഫോർ എക്സാമ്പിൾ ഗ്രീൻ ലോജിസ്റ്റിക്സ് അത് യൂസ് ചെയ്ത് പ്രവർത്തിക്കുന്ന പല കമ്പനികളും നമുക്കിവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് എന്താണ് ഓട്ടോമേഷൻസ് അല്ലേ, നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ആമസോണിൻ്റെ ഒക്കെ ഡെലിവറി ഇപ്പം ഫ്ലൈയിങ് മാനാണ്. അങ്ങനെ പല ഇന്നോവേഷൻസ് നമ്മൾ ഈ ഒരു ലോജിസ്റ്റിക്സ് മേഖലയിൽ കൊണ്ടുവന്ന് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് എന്താണ് എന്തൊക്കെ തരണം ചെയ്തിട്ടാണെങ്കിലും ഈ ഒരു മേഖല നമുക്ക് ഓൺഗോയിങ് ആക്കാൻ പറ്റും. ഇനി ഇന്ത്യയുടെ തന്നെ നോക്കുകയാണെങ്കിൽ അതിനുള്ളൊരു മെയിൻ എക്സാമ്പിളാണ് നമുക്കിപ്പം ദ വൺ ആൻഡ് ഓൺലി വിഴിഞ്ഞം അല്ലേ, ഇൻ്റർനാഷണൽ ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അതും നാച്ചുറലി ഒക്കറായ 20 മീറ്റർ ഡെപ്ത് നമുക്ക് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ മദർ വെസൽസിനെ വരെ നമുക്ക് നമ്മുടെ രാജ്യത്തോട്ട് ബേർത്ത് ചെയ്യാനുള്ള
അവൈലബിലിറ്റി നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അത് തന്നെ ഒരു മെയിൻ ഫ്യൂച്ചറാണ് നമുക്ക്. മീൻസ് നേരത്തെ പറഞ്ഞ പോലെ ഡെവലപ്പിങ്ങിൽ നിന്നും ഡെവലപ്ഡിലോട്ടുള്ള മാറ്റം. അത് ഈ ഒരു ഇനി അങ്ങോട്ടേക്കുള്ള കാലഘട്ടങ്ങളിൽ ഓപ്പർച്യൂണിറ്റി വൈസ് ഇപ്പോൾ ഒരു വിഴിഞ്ഞം വരുന്നത് കൊണ്ട് തന്നെ ആയിരക്കണക്കിന് ആൾക്കാർക്ക് നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടും അല്ലേ. നമുക്കറിയാൻ പറ്റും, നമ്മൾ പല അഡ്വർടൈസ്മെൻറ്റിലും കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ആൾക്കാർ ഇതിനോട് പഠിച്ചാലുള്ളതും പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതും ഇതൊക്കെ തന്നെയാണ് നമുക്ക് പറയാനുള്ള എക്സാമ്പിൾസ്. ഓക്കെ, ഇപ്പം മാം പറഞ്ഞതിൽ നിന്ന് മനസ്സിലായി ഈ ഒരു മേഖല ചൂസ് ചെയ്ത് നമ്മൾ ഇൻ ബിറ്റ്വീൻ ഫ്യൂച്ചറിൽ സ്റ്റക്ക് ആകത്തില്ലെന്ന്. സോ ഇനി കുട്ടികൾക്ക് അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മേഖല ചൂസ് ചെയ്താൽ ഏതൊക്കെ ഫീൽഡിലായിരിക്കും നമുക്ക് ജോലി സാധ്യതകൾ വരുന്നതെന്ന്. യെസ്, അതുപോലെ തന്നെ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ സ്കോപ്പ് എന്നതുപോലെ സെയിം ആസ് വരുന്നൊരു ക്വസ്റ്റ്യനിങ് ആണ് എന്താണ് നമുക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റീസ്. പല കുട്ടികൾക്കും ഉള്ളൊരു ഡൗട്ട്, ഈസ് ദാറ്റ് എ കൊറിയർ സർവീസ്? പലരും ഞങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ബിക്കോസ് ഇതൊരു കൊറിയർ സർവീസ് ആണോ? നോട്ട് അബൌട്ട് ഓൺലി ദറ്റ് കൊറിയർ സർവീസ് മാത്രമല്ല. ബിക്കോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഡെഫിനിഷൻ പറഞ്ഞു, വാട്ട് ഡസ് മീൻ ബൈ ലോജിസ്റ്റിക്സ്. അത് പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രോഡക്റ്റിന് നമ്മൾ അതിൻ്റെ ഒരു പോയിൻ്റ് ഓഫ് ഒറിജിൻ തൊട്ട് പോയിൻ്റ് ഓഫ് ഡെസ്റ്റിനേഷൻ വരെ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ ഒരു മെറ്റീരിയൽ കളക്ട് ചെയ്ത് അല്ലെങ്കിൽ അതിനൊരു പ്രൊഡക്ഷൻ നടത്തി പ്രൊഡക്റ്റ് ആക്കി അതിനെ എൻഡ് ഓഫ് ദ കസ്റ്റമറെ കയ്യിൽ കൊടുക്കുന്നത് വരെയാണ് നമ്മളൊരു സപ്ലൈ ചെയിൻ പറയുന്നത്. ഈ ഒരു സപ്ലൈ ചെയിൻ്റെ എല്ലാ മേഖലയിലും ലോജിസ്റ്റിക്സ് ഉണ്ട്. ബിക്കോസ് ദാറ്റ് ഡസ് മീൻ ദ ട്രാൻസ്പോർട്ടേഷൻ അല്ലേ. അപ്പോൾ ആ ഒരു മേഖല ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഫിനിഷ്ഡ് ഗുഡ്സിനെ അല്ലെങ്കിൽ എൻഡ് ഓഫ് ദ കസ്റ്റമർ കയ്യിൽ എത്തിക്കുക എന്നുള്ളതാണ് ഒരു പ്രോസസ്സ് എങ്കിൽ ഈ എല്ലാ മേഖലയിലും നമുക്ക് ലോജിസ്റ്റിക്സ് ഉണ്ട്. അപ്പോൾ ഈ എല്ലാ മേഖലയിലും നമുക്ക് എന്തുണ്ട്? ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ആണെങ്കിൽ ഒരു പ്രൊഡക്റ്റ് സ്റ്റോർ ചെയ്യണമെങ്കിൽ വെയർ ഹൗസ് ആവശ്യമാണ്. സോ ആസ് എ വെയർ ഹൗസ് മാനേജർ അല്ലെങ്കിൽ വെയർ ഹൗസ് അസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ വെയർ ഹൗസ് സൂപ്പർവൈസർ അതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ആൻഡ് ഓൾസോ നെക്സ്റ്റ് പറയുകയാണെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യണം. എന്താവശ്യമാണ്? നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ മേഖലകൾ ആവശ്യമാണ്. അതായത് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻസ് ലൈക്ക് നമുക്ക് എയർ ആവാം, സീ ആവാം, അല്ലെങ്കിൽ നോർമൽ ഡൊമസ്റ്റിക് ആണെങ്കിൽ റോഡ് ആവാം, മീൻസ് ട്രെയിൻ ആവാം. ഈ 4 മേഖലയാണെങ്കിലും ഈ 4 മേഖലയിൽ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഷിപ്പിംഗ് ലൈൻസിലാവാം, അല്ലെങ്കിൽ എയർലൈൻസിലാവാം, നോർമൽ നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ ഏജൻസിയിലാവാം, നമുക്ക് ഗവൺമെൻറ് വൈസ് ആണെങ്കിൽ നമ്മുടെ ട്രെയിൻ അല്ലെങ്കിൽ നമുക്ക് എന്താണ് നമ്മുടെ ട്രെയിൻ സർവീസസിലാവാം. ഇതാണെങ്കിൽ നമുക്ക് ഓപ്പർച്യൂണിറ്റിയാണ്. ഇനി ഇതല്ല, ഇതിൻ്റെ ഇടയിലുള്ള മീഡിയേറ്റേഴ്സ് ലൈക്ക് നമുക്ക് ഫ്രൈറ്റ് ഫോർവേഡേഴ്സ് ഉണ്ട്, CHA ഉണ്ട്, ഷിപ്പിംഗ് ലൈൻസ് ഉണ്ട്. അങ്ങനെ പല ഏജൻറ്റുകളായിട്ടാണെങ്കിലും നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. ആൻഡ് NUCC, ഷിപ്പിംഗ് ലൈൻസ്, ഫ്രൈറ്റ് ഫോർവേഡേഴ്സ്, CHA ഇതൊക്കെ നമുക്ക് ഇതിൻ്റെ ഇൻ ബിറ്റ്വീനിൽ വരുന്ന ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഇവിടെയൊക്കെ നിങ്ങൾക്ക് ജോലി സാധ്യതകളുണ്ട്. ഈ മേഖല അടുത്തായിട്ട് കേട്ടുവന്നൊരു കൺസേൺ ആണ് സാലറി പാക്കേജിനെ കുറിച്ച്. ഇപ്പോൾ പാരൻസിനായാലും സ്റ്റുഡൻസിനായാലും ഒരുപോലെ അറിയേണ്ട ഒരു കാര്യമാണ് സാലറി പാക്കേജിനെ കുറിച്ച്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഒരു ഫ്രഷറായിട്ട് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എത്ര സാലറി അവർക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും? നമുക്കിപ്പോൾ സാലറീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരിക്കലും അതൊരു പ്രോപ്പർ സാലറി ആയിട്ട് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. ബിക്കോസ് ഇറ്റ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കമ്പനി. നമുക്ക് ഓരോ കമ്പനി എങ്ങനെയാണ് അല്ലെങ്കിൽ ഓരോ മേഖലകൾ എങ്ങനെയാണ് അതനുസരിച്ചിട്ടായിരിക്കും നമുക്ക് സാലറി പാക്കേജസ് വരുന്നത്. ഇപ്പം നമ്മളൊരു വെയർ ഹൗസ് അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പല മേഖലകളിൽ നിന്ന് ഒരു വെയർ ഹൗസ് അല്ലെങ്കിൽ വെയർ ഹൗസിൻ്റെ മേഖലയാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ അതിൽ നമുക്കിപ്പോൾ ഒരു ഫ്രഷർ എന്ന നിലയിൽ ഒരു അപ് ടു 15,000 വരെയൊക്കെ ആയിരിക്കും ആസ് എ ഫ്രഷർ നമുക്ക് കിട്ടുന്ന ഒരു സാലറി എന്ന് പറയുന്നത്. പിന്നെ അതല്ല അതിൻ്റെ കൂടെ തന്നെ ഒരു 6 മന്ത് ഓർ 1 ഇയർ വിത്ത് എക്സ്പീരിയൻസ് ഒക്കെ ആണെങ്കിൽ ഏകദേശം നമുക്കൊരു അപ് ടു 20,000 വരെയൊക്കെ സാലറി അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ അതിൽ നിന്ന് മാറി നമുക്ക് ഇപ്പോൾ കമ്പനികൾ വരികയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ നമുക്കിപ്പം ഫ്രൈറ്റ് ഫോർവേഡേഴ്സ് അല്ലെങ്കിൽ CHA അതുപോലെയുള്ള കമ്പനികളിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ ഫ്രഷർ ആണെങ്കിൽ ഏകദേശം ഒരു അപ് ടു 20 വരെയൊക്കെ നമുക്ക് സാലറി എക്സ്പെക്റ്റ് ചെയ്യാം. ആൻഡ് ഓൾസോ അതുപോലെ തന്നെ അത് വിത്ത് എക്സ്പീരിയൻസ് ആകുമ്പോൾ ഒരു 1 ഇയറിൻ്റെ ഉള്ളിലൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണെങ്കിൽ അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ എക്സ്പീരിയൻസും ആ പോസ്റ്റും അനുസരിച്ചിട്ട് ഒരു 20-25 നമുക്ക് ആസ് എ ഫ്രഷർ ഒരു 1 ഇയർ എക്സ്പീരിയൻസ് ഉള്ള ആൾ എന്ന നിലയിൽ നമുക്കത് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതല്ല, ഇതിനെക്കാട്ടിലുപരി നമുക്ക് ഈ ഒരു മേഖലയുടെ പ്രത്യേകത എന്ന് പറയുമ്പം സ്വന്തമായിട്ടൊരു ഓൺട്രപ്രണർ ആവണം എന്നുള്ളൊരു ആഗ്രഹമുള്ള ഒരാളൊക്കെ ആണെങ്കിൽ ഓഫ് കോഴ്സ് സ്വന്തമായിട്ട് അവർക്കൊരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു കമ്പനി ബിൽഡ് ചെയ്യാനുള്ള
ഓപ്പർച്യൂണിറ്റീസും ഈ ഒരു മേഖലയിൽ കൂടുതലാണ്. പിന്നെ ഇതിൽ നിന്ന് മാറി ഇനി പുറത്തേക്ക് പോകണം എന്നുള്ള താല്പര്യമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നമുക്ക് കൂടുതലും വെയർ ഹൗസിലാണെങ്കിൽ പുറത്തൊക്കെ ആണെങ്കിൽ കൂടുതലും വെയർ ഹൗസസ് ആണ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഡോക്യുമെൻറ്റേഷൻ ഫീൽഡിലേക്കൊക്കെ വരുമ്പോഴത്തേക്കിൽ നമ്മുടെ നാട്ടിൽ ഒരു നിയർ ബൈ 75 to 1 lakh വരെയൊക്കെ സാലറി വാങ്ങുന്ന ആൾക്കാരും ഉണ്ട്. സോ അതൊക്കെ ഓരോന്നും ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കമ്പനികളായിരിക്കും. നമുക്ക് മാക്സിമം പറയാവുന്നത് ഈ ഒരു രീതിയിലായിരിക്കും. ഓക്കെ, ഇപ്പം മാം പറഞ്ഞ പോലെ നമുക്ക് കേരളത്തിൽ വിഴിഞ്ഞത്ത് പോർട്ട് വന്നു. സോ മാമിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ കേരളത്തിൻ്റെ ഫ്യൂച്ചർ എന്തായിരിക്കും? അപ്പോൾ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുകയാണെങ്കിൽ ഓഫ് കോഴ്സ് നമ്മുടെ ഇപ്പോൾ വിഴിഞ്ഞം പോർട്ട് വരുന്നത് ട്രിവാൻഡ്രത്താണെങ്കിലും ട്രിവാൻഡ്രത്ത് മാത്രമായിട്ട് ഈ ഒരു ഡെവലപ്മെൻറ്റ് ഒതുങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം ട്രിവാൻഡ്രത്തെ പോർട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു കൊച്ചി ICTT ടെർമിനലിന് കുറച്ചൊരു എന്താ പറയുക ഒരു കോമ്പറ്റീറ്ററാണ്. സോ എന്ന നിലയിൽ ഓഫ് കോഴ്സ് വിഴിഞ്ഞം എന്തൊക്കെ നമ്മൾ ഇന്നോവേഷൻസും അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റ് അവിടെ കൊണ്ടുവരുന്നു അതിനനുസരിച്ച് എന്താണ് നമ്മുടെ ICTT ടെർമിനൽ ഓൾസോ ഡെവലപ്ഡ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. സോ ഓഫ് കോഴ്സ് എന്ത് സംഭവിക്കും, നമ്മുടെ കൊച്ചി ഓൾസോ ഡെവലപ്ഡ് ആവും. ബിക്കോസ് പറയാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം നാച്ചുറലി ഇപ്പം വിഴിഞ്ഞത്താണെങ്കിൽ നാച്ചുറലി ഒക്കറായിട്ടുള്ളൊരു ഡെപ്ത് എന്ന് പറയുന്നത് 20 meter ആണ്. ബട്ട് അത്രത്തോളം ഒരു ഡെപ്ത് നമ്മുടെ ICTT ടെർമിനലിൽ ഇല്ല. പക്ഷേങ്കിൽ ഇനി വരുന്ന ഒരു 1 year കൊണ്ട് അല്ലെങ്കിൽ ഒരു 2 year കൊണ്ട് അതിൻ്റെ ഡെപ്ത് ഒരു 17.7 വരെയൊക്കെ ഇൻക്രീസ് ചെയ്യിക്കും എന്നാണ് നമ്മളിപ്പോൾ അറിയപ്പെടുന്നത്. സോ ഓഫ് കോഴ്സ് അതൊരു ഡെവലപ്പാണ്, മീൻസ് ഡെവലപ്മെൻ്റ് ആണ്. ബിക്കോസ് ആ ഒരു ഡെവലപ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി മദർ വെസൽസ്, അതായത് കുറച്ചും കൂടി കപ്പാസിറ്റി കൂടിയ ഷിപ്പുകൾ നമുക്ക് എവിടത്തോട്ട് അടുപ്പിക്കാൻ പറ്റും, നമ്മുടെ ICTT ടെർമിനലിന് അടുപ്പിക്കാൻ പറ്റും. സെയിം ആസ് തന്നെയാണ് വിഴിഞ്ഞത്ത് അതിനെക്കാട്ടിലും വലുത്. അപ്പോൾ ഓഫ് കോഴ്സ് എന്ത് സംഭവിക്കും, രണ്ട് സ്ഥലത്തും ഒരുപോലെ ഷിപ്പുകൾക്ക് വിഴിഞ്ഞത്തിൻ്റെ അത്ര വലുപ്പം ഉള്ള ഷിപ്പുകൾ അല്ലെങ്കിൽ പോലും അത്യാവശ്യം വലുപ്പമുള്ള ഷിപ്പുകൾ നമുക്ക് ICTT ടെർമിനലിലും ബർത്ത് ചെയ്യിക്കാനുള്ള പോസിബിലിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. ഓഫ് കോഴ്സ് എന്ത് സംഭവിക്കും, നമ്മുടെ ഈ ഒരു കൊച്ചിൻ അല്ലെങ്കിൽ നമ്മുടെ എറണാകുളം ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ സ്ഥലത്തും നമുക്ക് കുറച്ചും കൂടി ട്രാൻസ്ഷിപ്മെൻറ്റ് ഫീഡർ വെസൽസ് ആയാലും മദർ വെസൽസ് ആയാലും ബർത്ത് ചെയ്യാനുള്ള പോസിബിലിറ്റി കൂടി. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വിഴിഞ്ഞത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് നാഷണൽ ഹൈവേ നമുക്ക് NH ഡെവലപ്ഡ് ആയി തുടങ്ങി. ഡെവലപ്ഡ് ആയി മീൻസ് നമ്മുടെ 6 lines വന്നു ഓൾറെഡി. അപ്പോൾ അതിൻ്റെ ഒരു ഇൻക്രീസ് കൊണ്ടും എന്ത് സംഭവിക്കും, നമുക്ക് കൂടുതലും റോഡ് ട്രാൻസ്പോർട്ടേഷൻ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സാധനങ്ങൾ പോർട്ടിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. ആൻഡ് ഓൾസോ എന്താണ്, വിഴിഞ്ഞത്ത് ഒരു പോർട്ട് വരുമ്പോൾ ഓഫ് കോഴ്സ് എന്താണ് സംഭവിക്കുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള CFS ആണെങ്കിലും കൂടുതൽ വെയർ ഹൗസസ് ആണെങ്കിലും നമുക്ക് ബിൽഡ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ എന്താണ്, അവിടെയുള്ള ഓപ്പർച്യൂണിറ്റീസ് കൂടും. നമ്മുടെ നാട്ടിലെ പല ആൾക്കാർക്കും അല്ലെങ്കിൽ ആയിരക്കണക്കിന് വേക്കൻസീസാണ് ഈ ഓരോ ബിൽഡിങ്സിലും അല്ലെങ്കിൽ ഓരോ CFSലാണെങ്കിലും വെയർ ഹൗസിലാണെങ്കിലും നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് നമുക്ക് എന്ത് ചെയ്യാം, ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കാം. സോ ഓഫ് കോഴ്സ് നമ്മുടെ സ്റ്റേറ്റ് ഇൻക്രീസ് ആവാം. അതുപോലെ തന്നെ ഈ റൂട്ടിങ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും നിയർ ബൈ നമ്മുടെ ഷിപ്പിനെ ബർത്ത് ചെയ്യിക്കാനുള്ളൊരു പോസിബിലിറ്റിയാണ് നമുക്ക് കിട്ടിയേക്കുന്ന വിഴിഞ്ഞം എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ട്രാൻസ്ഷിപ്മെൻറ്റിൽ നമ്മുടെ റൂട്ടിങ് അവൈലബിൾ ആയിട്ട് അല്ലെങ്കിൽ പോസിബിൾ ആയിട്ടുള്ളൊരു വേ എന്ന് പറയുന്നത് വിഴിഞ്ഞമാണ്. സോ ആ ഒരു വിഴിഞ്ഞത്തോട്ട് നമ്മുടെ കണ്ടെയ്നർ ഷിപ്പുകൾ മാത്രമല്ല, അതിന് വേണ്ടിയിട്ടുള്ള ഫ്യൂവൽ അല്ലെ ഷിപ്പിൻ്റെ മെയിൻ്റനൻസിനുള്ള സാധനങ്ങൾ, അതുപോലെ തന്നെ അവിടെ വർക്കേഴ്സിനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഫുഡ് അല്ലെങ്കിൽ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവൈലബിലിറ്റി കൂടുതലും എവിടത്തേക്ക് വരുന്നുണ്ട്, വിഴിഞ്ഞത്തോട്ട് വരുന്നുണ്ട്. സോ അതനുസരിച്ചിട്ടുള്ള ഷോപ്പുകളാണെങ്കിലും അല്ലെങ്കിൽ ഓഫീസുകളാണെങ്കിലും ഇത് റിലേറ്റഡ് ആയിട്ടുള്ള, ഫോർ എക്സാമ്പിൾ ഇപ്പം MSC നമ്മുടെ ഷിപ്പിംഗ് ലൈൻ കമ്പനികൾ, അതുപോലെയുള്ള പല ഷിപ്പിംഗ് ലൈൻസും മദർ വെസൽസ് ആയിട്ടുള്ള കൂടുതൽ വലിയ ഷിപ്പിംഗ് ലൈൻസിൻ്റെ കമ്പനികളും എല്ലാം നമുക്ക് എവിടെ വരാനുള്ള ചാൻസസ് ഉണ്ട്, വിഴിഞ്ഞത്ത് വരാനുള്ള ചാൻസസ് എല്ലാം വരും. സോ അതനുസരിച്ചിട്ട് ഓരോ ഭാഗങ്ങളായിട്ട് ഡെവലപ്ഡ് ആയി വരും. ഓഫ് കോഴ്സ് അവിടെ ഓപ്പർച്യൂണിറ്റീസ് വരും. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റേറ്റ് ഓൾസോ ഡെവലപ്ഡ് ആയി വരാനുള്ള ചാൻസസ് വളരെയധികം എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ കാണുന്നുണ്ട്. ലോജിസ്റ്റിക്സ് മേഖലയെക്കുറിച്ചുള്ള എല്ലാ ഡൗട്ട്സും ഈ ഒരു വീഡിയോയിലൂടെ ക്ലിയർ ആയെന്ന് കരുതുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്.